ഹായ് നമസ്തേ. കഫ്ലിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അല്ലേ, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ഒരു അഭിമാന നിമിഷത്തിലാണ്. മലയാള സിനിമയ്ക്ക് എന്നും അഭിമാനിക്കാൻ പറ്റുന്ന ലാലേട്ടൻ അവാർഡ് കിട്ടിയൊക്കെയാണ്. അപ്പൊ ഇതിനെപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് ഇപ്പൊ നീ പറയാനാണ്. ഇപ്പൊ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്, സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. ലാലേട്ടനും ഇതുപോലെ സന്തോഷത്തിലായിരിക്കും. നമുക്ക് ലാലേട്ടൻ എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു നോക്കാം. ഓക്കെ. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. ഏഷ്യനെറ്റ് തന്നെ ബിഗ് ബോസ് സെറ്റിൽ വെച്ചാണ് ഞാൻ അറിയുന്നത്, ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞ് ഞാനൊരു യാത്രയിലാണ്, മദ്രാസിലാണ്. എന്താ പറയണ്ടെന്നറിയില്ല. ഇതിലേക്ക് എന്നെ തിരഞ്ഞെടുത്ത ജൂറിക്കും എന്റെ ഗവൺമെന്റിനുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. എന്റെ പ്രേക്ഷകരോടുള്ള നന്ദി പറയുന്നു. എന്നെ ഞാനാക്കി മാറ്റി എന്റെ കൂടെയുള്ള എല്ലാ സിനിമാ കുടുംബത്തിലെ എല്ലാവർക്കും, എന്റെ കുടുംബത്തിനോടും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരോടുള്ള നന്ദി ഞാൻ പറയുന്നു. താങ്ക് യു. അപ്പോൾ പ്രേക്ഷകർക്കും സിനിമാ കുടുംബത്തിലുള്ള എല്ലാവർക്കുമാണ് ഈ നിമിഷത്തിലും പുള്ളി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം മലയാളം സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം കൂടിയല്ലേ മലയാളത്തിന്റെ സ്വന്തം മഹാനടനായ മോഹൻലാലിന് അവാർഡ് കിട്ടിയത്. വളരെ സന്തോഷം. അപ്പം നമുക്ക് അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അത് എന്താണെന്ന് ഇതിനെപ്പറ്റി ഒരു ഹിസ്റ്ററി അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി അതിന്റെ ഒരു ചരിത്രം നമുക്കൊന്ന് നോക്കാം. അപ്പൊ എന്താണ് ഈ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ആരാണ് ദാദാ സാഹിബ് എന്ന് നോക്കിയാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ പിതാവാണ്. 1913 രാജ ഹരിചന്ദ്ര എന്ന് പറയുന്ന ഒരു സിനിമ, ഇന്ത്യയുടെ ഫസ്റ്റ് ഫുൾ ലെങ്ത് ഫ്യൂച്ചർ ഫിലിം. ആ സിനിമ എടുത്തു. ഡയറക്ടർ, പിന്നെ ഈ ഡയറക്ടർ മാത്രമല്ല, പ്രൊഡ്യൂസറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, സിനിമാറ്റോഗ്രാഫറാണ്, എഡിറ്ററും ആയിരുന്നു. ഇന്ത്യൻ സിനിമയിൽ തന്നെ പല പല മേഖലകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ പിതാവായിട്ട് കണക്കാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം 1969 ബഹുമാനാർത്ഥം ഈ ഒരു ദാദാ സാഹിബ് പുരസ്കാരം ഗവൺമെന്റ് കൊടുത്തു തുടങ്ങി. ദേവിക റാണിക്കാണ് ആദ്യമായി അവാർഡ് കിട്ടിയത്. പിന്നെ അതിനുശേഷം മലയാളത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2004 ആദ്യമായി മലയാള സിനിമയിലേക്ക് ഈ അവാർഡ് കടന്നു വരുന്നത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ് കിട്ടിയത്. പിന്നെ 21 വർഷത്തിന് ശേഷം നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ, മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് ഇപ്പൊ കിട്ടി. അപ്പൊ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും വളരെ സന്തോഷം. ഇതാണ് നമ്മുടെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ഹിസ്റ്ററി. അപ്പോൾ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ സിനിമകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുണ്ട്. മലയാള സിനിമയിൽ ഇപ്പൊ ലോക കടന്നു വന്നതിന് ശേഷം വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, മുമ്പും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സമയം വൈകിപ്പോയി ഈ മാറ്റങ്ങൾ ഇപ്പൊ ഉണ്ടാവാൻ. അപ്പൊ ഈ മാറുന്ന മലയാള സിനിമയെ കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത്? നീ പറഞ്ഞത് തന്നെയാണ്. ഇപ്പം ലോകയെ പറ്റി പറഞ്ഞല്ലോ. ഇപ്പം ഇന്ത്യൻ സിനിമ ഫുള്ള് നമ്മുടെ മലയാള സിനിമയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകയുടെ ഈ ഒരു 30 കോടി ബഡ്ജറ്റില് ഇത്ര വലിയൊരു സിനിമ എടുത്ത് വെച്ച് അത് ഇൻഡസ്ട്രി ഹിറ്റായി, ലോകത്തെങ്ങ് സംസാരമായി. അതിന്റെ കൂടെ മലയാള സിനിമയ്ക്ക് വേറൊരു ബന്ധുവിലൂടെ ഇന്ന് കിട്ടി. ലാലേട്ടനിലൂടെ മലയാള സിനിമയ്ക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. അപ്പം ഈ അവാർഡ് വളരെ പ്രശംസ അർഹിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് എന്നൊരു പൊന്തൂലായിരിക്കുന്ന ഒരു അവാർഡ്. അപ്പം മാറുന്ന മലയാള സിനിമയുടെ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കും മനസ്സിലായി കാണും. അപ്പം എന്തായാലും നിങ്ങൾ അതിനെ പറ്റിയുള്ള കമന്റുകൾ ഇടുക. മലയാള സിനിമയുടെ പുതിയ മാറ്റങ്ങളെ പറ്റി കമന്റുകളൊക്കെ ഇടുക. അത്രയൊക്കെയാണല്ലേ. മമ്മൂക്കിട്ട ഒരു പോസ്റ്റാണ്, എന്തുകൊണ്ട് അർഹൻ നീയാണ്, ഈ കിരീടത്തിനുള്ള അർഹനായിട്ടുള്ള നീയാണെന്ന് പറഞ്ഞിട്ട്. ഇവരെ സൗഹൃദം നമുക്ക് പറയേണ്ട കാര്യമില്ല അല്ലേ. മമ്മൂക്കയുടെ തിരിച്ചു വരവിന് ആ സമയത്തൊക്കെ വളരെ ലാലേട്ടൻ സ്വന്തം ഇച്ഛാക്ക അതൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തതാണ്. അപ്പൊ അതൊക്കെ വളരെ സന്തോഷം. ഇങ്ങനെ മാറുന്ന മലയാള സിനിമ നമുക്ക് നോക്കുകയാണെങ്കിൽ മറ്റൊരു സംഭവം ഉണ്ട്. ഇപ്പം മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ പൈസയുടെ കാര്യത്തിലൊക്കെ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പലരും പിരികൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മൾ ചെയ്തേ ഉള്ളൂ പല പ്രശ്നങ്ങൾ. അതേസമയം നമ്മുടെ മലയാള സിനിമ ഉന്നതികളിലേക്ക് വെക്കൊണ്ടിരിക്കുന്നു. ഇവിടത്തെ ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു കൊളാബറേഷൻ, അതുപോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യനാണ്. അത് പല ആൾക്കാരും വെളിയിൽ നിന്ന് പല ആക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ചെറിയ ബഡ്ജറ്റിലായാലും നമ്മൾ നല്ല സാധനം ചെയ്യും. അതാണ്, ആ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പം നമ്മൾ മലയാള സിനിമ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ വേൾഡ് സിനിമയുടെ ഉന്നതികളിൽ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്ലേ. അപ്പൊ അത്രയൊക്കെയാണ് സിനിമാ വിശേഷങ്ങൾ. അപ്പൊ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ സിനിമാ വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈക്ക്.